അപ്പോൾ നാഷണൽ അവാർഡ് എങ്ങനെയാണ് ഇത്തവണ കേരളത്തിലോട്ട് പോരുമോ അതോ കർണാടകയിലോട്ടാണോ? പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. എൻ്റെ ദൈവമേ, പൊരിഞ്ഞ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഗംഭീര പോരാട്ടമാണ്. ഇവിടെ മമ്മൂക്കാക്ക് കിട്ടണ്ടേ? സന്തോഷമല്ലേ മമ്മൂക്കാക്ക് കിട്ടിയാലേ? മമ്മൂക്കാക്ക് കിട്ടണമെന്നാണ് ആഗ്രഹം. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്കും തരക്കേടില്ല. നല്ല പടങ്ങളാണ് രണ്ടും. ഭയങ്കര ഗംഭീരമായിട്ട് കളക്ഷൻ നേടിയ പടവും ജനങ്ങളുടെ അഭിപ്രായമൊക്കെ കിട്ടിയ നല്ല പടമാണ്. നൻപകൽ നേരത്ത് മയക്കം ഗംഭീര പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ കിട്ടണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാന്താര പോലത്തെ പടമൊന്നും അല്ലല്ലോ, എല്ലാം വേറെ വേറെ കണ്ടന്റുകളല്ലേ. പിന്നെ മമ്മൂക്ക ആയതുകൊണ്ടും മമ്മൂക്കയുടെ അഭിനയപാടവം കൊണ്ടും നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ്റെ ഒരു മികവ് കൊണ്ടൊക്കെ മിക്കവാറും അതിന് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടട്ടെ. അങ്ങനെ വേണം, അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. മാറ്റി നിർത്താനും പറ്റൂല. എങ്കിലും ഇപ്പം ഈ അഭിനയം എന്ന് പറയുന്നത് രണ്ടുപേരും തുല്യമായിട്ട് ഗംഭീര പെർഫോമൻസ് അല്ലേ കാന്താരയിൽ പുള്ളി ചെയ്തേക്കണേ. അതേപോലെ തന്നെ മമ്മൂക്കയും നൻപകൽ നേരത്ത് മയക്കത്തിലും ഫൈനൽ റൗണ്ടിൽ വന്നായിരുന്നു. നമ്മൾ മലയാളികൾ മമ്മൂക്കനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്കൊരാഗ്രഹം മമ്മൂക്കൊക്കെ കിട്ടട്ടെ എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ കാന്താരയും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പടമാണ് അല്ലേ. ഭയങ്കര ഗംഭീര പെർഫോമൻസും എല്ലാം ഉൾപ്പെടുത്തി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു പടം തന്നെയാണ് അതും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം മമ്മൂക്കാരൊക്കെ തഴഞ്ഞതാണ്. തഴഞ്ഞെന്ന് തന്നെ പറയണം കഴിഞ്ഞ പ്രാവശ്യം അല്ലേ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ മിക്കവാറും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നണം. കാരണം രണ്ട് പടവും ഒന്നിനൊന്നും മെച്ചമായതുകൊണ്ട് നല്ലൊരു എന്താ പറയുക ഒരു പ്രതീക്ഷയുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷ നിലനിൽക്കുന്നതുകൊണ്ട് മമ്മൂക്കൊക്കെ കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ സിനിമയല്ലേ, ഈ ജൂറിയൊക്കെ വെറുതെ ഇരിക്കണമെന്നല്ല. നമ്മളേലും ഒക്കെ ഭയങ്കര വിവരവും വിദ്യാഭ്യാസവും അറിവൊക്കെ ഉള്ള ആളുകളല്ലേ സിനിമേനെ പറ്റി. അപ്പോൾ അവർ തീരുമാനിക്കുന്ന പോലെ എന്തായാലും നമുക്ക് സന്തോഷം. നമ്മുടെ ഫൈനൽ റൗണ്ടിൽ വന്നല്ലോ മമ്മൂക്കയുടെ പടം, അതിൽ നമുക്ക് സന്തോഷം. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു അതുല്യ നടനെ, അദ്ദേഹത്തിൻ്റെ സിനിമയെ ആരും മറന്നില്ലല്ലോ. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. കിട്ടിയില്ലെങ്കിലും കിട്ടിയാൽ പെരുത്ത് സന്തോഷം. ഓക്കെ, താങ്ക് യു. നമ്മുടെ കേരളത്തിലോട്ട് എത്താൻ ചാൻസ് ഉണ്ടോ? അവസാനത്തെ ലാപ്പ് എന്താ പറയുക, ഒരു ത്രില്ലർ മൂവി കാണുന്ന ഒരു ഫീലാണ്. കാരണം രണ്ടുപേരും ഡിസേർവിങ് ആണ്. ഞാനിപ്പോൾ കേട്ടത് മമ്മൂട്ടി വേഴ്സസ് ഋഷഭ് ഷെട്ടിയാണ്. ആർക്ക് കൊടുക്കണം എന്നറിയില്ല. സോ ഋഷഭ് ഷെട്ടിക്ക് കാന്താര നമ്മൾ മൂവി കണ്ടാണ്. നൻപകൽ നേരത്തെ മയക്കം ആൻഡ് റോഷാക്ക് നമ്മൾ മമ്മൂട്ടിനെ കണ്ടാണ്. രണ്ടുപേരും പക്കാ ഡിസേർവിങ് ആണ്. സോ എൻ്റെ ഒരു ഇത് വെച്ച് രണ്ടുപേരും ടൈ ആവണം, അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു ഷെയർ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് നോക്കുവാണെങ്കിൽ മമ്മൂട്ടിക്ക് 3 ഓൾറെഡി അവാർഡ് കിട്ടിയ, ഋഷഭ് ഷെട്ടിക്ക് അങ്ങനെ ഇതൊരു അവാർഡ് കിട്ടിയില്ല. പിന്നെ ആ ഒരു കർണാടക സൈഡിലേക്ക് അങ്ങനെ നാഷണൽ അവാർഡ് അധികം പോയിട്ടില്ല. സോ അതുകൊണ്ട് പിന്നെ രണ്ടുപേരും ഡിസേർവിങ് ആണ്. ഒരാൾ ഡിസേർവിങ് അല്ലേ നമുക്ക് ഒബ്വിയസ്ലി പറയാം, ഇവന് വേണ്ട നമ്മുടെ ആൾക്കാർ കൊടുക്കേണ്ടത്. സോ ആസ് എ മലയാളി മമ്മൂട്ടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് എനിക്കൊരു ഈക്വലി നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും ടൈ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഋഷഭ് ഷെട്ടിക്ക് കൊടുക്കാതിരിക്കുന്നില്ല. കാരണം പുള്ളിയൊരു ഫസ്റ്റ് ടൈം കിട്ടണതിൻ്റെ ആ ഒരു ഇത് എന്ന് വെച്ച് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഒന്നും മോശമെന്നല്ല, ഈക്വലി ഗുഡാണ്. സോ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. സോ ത്രില്ഡാണ് എന്ന് വരുന്നറിയില്ല റിസൾട്ട്.